നമുക്കറിയാം ഈ ശബരിമലയിൽ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എരുമേലിയിൽ വാവരുപള്ളിയാണ്. വാവരുപള്ളിയെ വലം വച്ചാണ് അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് പോകാറുള്ളത്. ആ വാവരുപള്ളിയെക്കുറിച്ച് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതും മറ്റു പലതരത്തിൽ മതവിദ്വേഷത്തിൻ്റെ ഭാഗമായി സംസാരിച്ച BJP നേതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തീർത്ഥാടന കാലം കഴിഞ്ഞു പോകുന്നത്. പക്ഷേ ആ വാക്കുകൾക്ക് പുല്ലുവിലയാണ് ഈ നാട്ടിലെ മനുഷ്യർ നൽകുന്നത് എന്ന് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നു എന്നത് സന്തോഷകരമാണ്. വാവരുപള്ളിയിലെത്തുന്ന അയ്യപ്പന്മാരുടെ തിരക്ക് കൂടിയിട്ടേ ഉള്ളൂ, ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല എന്നതാണ് ഈ നാട് ഇവരെയൊക്കെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശബരിമലയിൽ എന്താണ് ഇന്നത്തെ വിവരങ്ങളെന്ന് ചോദിക്കേണ്ടതുണ്ട്. സുജുവുണ്ട് നമ്മളോടൊപ്പം സന്നിധാനത്ത് നിന്ന്. മുൻ വർഷത്തെക്കാളും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടും ശബരിമലയിൽ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് 7 മണി വരെ 30,000-ഓളം തീർത്ഥാടകരാണ് ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. സുജു ചേരുകയാണ് സന്നിധാനത്ത് നിന്ന്. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സുജു ഇപ്പോൾ ഒരു അയ്യപ്പനായി മാറിയിരിക്കുകയാണല്ലേ? എല്ലാ ദിവസവും സന്നിധാനത്ത് നിന്ന് വാർത്ത നൽകിക്കൊണ്ട് ഒരു റിപ്പോർട്ടർ അയ്യപ്പനായി മാറിയിരിക്കുകയാണ് നമ്മുടെ. അപ്പോൾ സുജു, ഒരു കാര്യം, ഇത്തവണ 4 ലക്ഷത്തിലധികം ആളുകളാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സന്നിധാനത്തേക്ക് വന്നത്. സുജു അവിടെ പോയി കാണുമ്പോൾ അനുഭവപ്പെടുന്നത് എന്താണ്? അയ്യപ്പന്മാർ പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. ഒരു മാധ്യമപ്രവർത്തകനായ സുജു അവിടെ എത്തിയപ്പോൾ കണ്ടത് എന്താണ്? മനു, ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അയ്യപ്പന്മാരാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് അയ്യപ്പന്മാർ, കേന്ദ്രസേനയായാലും അയ്യപ്പന്മാർ എന്ന് പരസ്പരം അഭിസംബോധന ചെയ്യുന്ന ഒരിടം കൂടിയാണ്. മനു ഇപ്പോൾ മുമ്പ് പറഞ്ഞ നമ്മൾ PCR ഫോൺ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ബാബറി മസ്ജിദുമായ വാർത്തകൾ ഞാനും കേട്ടിരുന്നു. ഇപ്പം മനു പറഞ്ഞത് തന്നെയാണ് എൻ്റെ മനസ്സിലേക്കും ഓടിയെത്തിയത്. നേരെ നമ്മൾ എത്തുന്നത് തത്വമസി പൊരുൾ, അതായത് നീ തന്നെയാകുന്നു ഞാനെന്ന ഒരു തത്വമസി പൊരുളും അതുപോലെ ഒപ്പം തന്നെ 18-ാം പടിക്ക് സമീപം വാവര് നടയുമുണ്ട്. മതമൈത്രിയുടെ കേന്ദ്രം കൂടിയാണ് ശബരിമല എന്നത് എടുത്തു പറയേണ്ടതാണ്. അതായത് മനു തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് മനു പറഞ്ഞത് തന്നെയാണ് ഇവിടുന്ന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന എല്ലാ ആളുകളും ഒന്നാണെന്നുള്ള ഒരു സന്ദേശം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 18-ാം പടി ചവിട്ടി ഫ്ലൈ ഓവർ വഴി ദർശനത്തിനായി എത്തുന്ന ആളുകളെയാണ്. മനുഷ്യരെല്ലാം ഒരുപോലെ നിന്നുകൊണ്ട് ഒരുമിച്ച്, ഇതിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവർ ആളുകൾ കാണും, തമിഴ്നാട്ടിൽ നിന്നുള്ളവർ കാണും, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കാണും. ഒരൊറ്റ മനസ്സോടെ അവർക്ക് ദർശനം നടത്താൻ വേണ്ടി എത്തുന്ന തീർത്ഥാടകർ, അതാണ് ശബരിമലയിൽ നിന്ന് തത്വമസി പൊരുൾ ഇവിടെ പ്രതിഫലിക്കുകയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്ദേശവും ശബരിമല നൽകുന്നത്. ഇനി തിരക്കിലേക്ക് വരുമ്പോൾ ദിവസവും മനു സൂചിപ്പിച്ച പോലെ തീർത്ഥാടകരോട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ സംതൃപ്തിയോടൊരു തീർത്ഥാടന കാലമാണ് അവർ രേഖപ്പെടുത്തുന്നത്. അതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങളോടൊപ്പം തന്നെ കുടിവെള്ളം, ചുക്കുവെള്ളം എല്ലാം തന്നെ ലഭിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർത്ഥാടകർ ധാരാളം എത്തുന്നു എന്നതും സന്തോഷകരമായ ഒരു കാര്യം കൂടി തന്നെയാണ്. എന്തായാലും ശബരിമല സന്നിധാനത്ത് ഇത്തവണ വലിയ തോതിൽ പരാതികളോ, വലുതല്ല ഒരു പരാതിയോ പരിഭവമോ ഇല്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. തീർത്ഥാടകരെല്ലാം വലിയ സന്തോഷത്തിൽ തന്നെയാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഈ കാണുന്ന ക്യൂവിൽ ആളുകളുടെ അവർക്ക് സുഖദർശനം എത്ര ആളുകൾ എത്തിയാലും, മുമ്പ് ദേവസ്വം വകുപ്പ് മന്ത്രിയും ഒക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, എത്ര ആളുകൾ എത്തിയാലും സുഖദർശനം ഒരുക്കുമെന്ന്. അത്തരമൊരു അനുഭവം തന്നെയാണ് ഈ തവണ ശബരിമല തീർത്ഥാടനത്തിലെത്തുന്ന എല്ലാവർക്കും ലഭിക്കുന്നത്. മനു, തീർച്ചയായും ഇന്ന് അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലേ സുജു? എനിക്ക് ദൃശ്യങ്ങൾ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇന്നലത്തെക്കാളും തിരക്കുണ്ടോ ഇന്ന്? തീർച്ചയായിട്ടും ഇന്നലത്തെക്കാട്ടും തിരക്കുണ്ട്. ഇന്ന് രാവിലെ ആകുമ്പോൾ തന്നെ 30,000-ലധികം തീർത്ഥാടകർ ദർശനത്തിനായി എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, എവിടുന്ന് വരുന്നതാണ്? കോഴിക്കോട്. എങ്ങനെയുണ്ട് ദർശനം? നല്ല ദർശനം കിട്ടി. കുറച്ച് തിരക്കുണ്ട്, നല്ല ദർശനമുണ്ട്. വരുന്ന വഴിയിലുള്ള സൗകര്യമൊക്കെ ഓക്കെയാണ്. സന്തോഷമാണ്. കോഴിക്കോട്. എങ്ങനെയുണ്ട് വരുന്ന യാത്രയും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, സുഖമായിരുന്നു. തിരക്ക് വർദ്ധിക്കുമ്പോഴും നമ്മൾ ഈ തീർത്ഥാടകർ പറയുന്ന അതേ അഭിപ്രായമാണ് ഭൂരിഭാഗമല്ല ഏതാണ്ട് എല്ലാ തീർത്ഥാടകരും പങ്കുവെക്കുന്നതെന്നും ശബരിമലയിലെ ഏറ്റവും സന്തോഷകരമായ കാഴ്ചയും അതുതന്നെയാണ് ശബരിമലയിൽ നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. മനു, തീർച്ചയായിട്ടും സന്തോഷം സുജു, സന്തോഷം. രാവിലെ സന്നിധാനത്ത് നിന്ന് മനോഹരമായ വാർത്തകൾ കേൾക്കുമ്പോൾ സന്തോഷം. സുജു പറഞ്ഞതുപോലെ ശബരിമലയിലെത്തിയാൽ പിന്നെ എല്ലാവരും അയ്യപ്പന്മാരാണ്. പോലീസുകാർ അയ്യപ്പന്മാരാണ്, കേന്ദ്രസേനയാകട്ടെ അവർ അയ്യപ്പന്മാരാണ്, അതുപോലെ മാധ്യമപ്രവർത്തകരൊക്കെ അയ്യപ്പന്മാരാണ്. അപ്പോൾ തത്വമസി എന്ന് എഴുതി വെച്ചത് അത് നീ തന്നെയാകുന്നു എന്ന് എഴുതി വെച്ചതുപോലെ
അതൊക്കെ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു തീർത്ഥാടന കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. പരാതികളൊന്നുമില്ലാതെ വിശ്വാസികൾക്ക് അവരവരുടെ രീതിക്കനുസരിച്ച് ദർശനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതിനിടയിൽ വിഷം കലക്കാൻ ശ്രമിച്ചവരെ മാറ്റി നിർത്താനും മലയാളിക്ക് കഴിയുന്നുണ്ട് എന്നത് ഇപ്പോഴും നമ്മുടെ മതനിരപേക്ഷത, ആ ബോധം കളഞ്ഞു പോയിട്ടില്ല എന്നതിൻ്റെ വലിയൊരു തെളിവ് കൂടിയാണ്. പലയിടങ്ങളിലും അത് ദുർബലപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴും മലയാളിക്ക് ഉള്ളിൽ അതുണ്ട് എന്നത് സന്തോഷം നൽകുന്നൊരു കാര്യമുണ്ട്. പക്ഷേ എത്ര കാലത്തേക്കാണ് എന്നതും ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് പ്രതീക്ഷയുടെ കാത്തു നിൽക്കാം.